നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ചരിത്രം തിരുത്തി കുറിക്കാൻ പോകുന്ന ദിനമാണ് ഇന്ന്. കാരണം രാവിലെ 11 മണിയോടെ ബഡ്ജറ്റ് അവതരണത്തിനോടൊപ്പം തന്നെ ഒരു റെക്കോർഡ് കൂടിയാണ് പിറവിയെടുക്കാൻ പോകുന്നത്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ധനമന്ത്രി എന്ന നേട്ടം ഇനി നിർമ്മലയ്ക്ക് സ്വന്തമാണ്. 6 തവണ തുടർച്ചയായി ബഡ്ജറ്റ് അവതരിപ്പിച്ച മൊറാർജി ദേശായിയുടെ റെക്കോർഡാണ് പഴങ്കഥയാകാൻ പോകുന്നത്. ഏറ്റവും ദൈർഘ്യമേറിയ ബഡ്ജറ്റ് അവതരിപ്പിച്ച റെക്കോർഡും നിർമ്മല സീതാരാമനാണ് ഇനി സ്വന്തമാക്കാൻ പോകുന്നത്. 2020 2 മണിക്കൂർ 42 മിനിറ്റ് സമയമെടുത്തായിരുന്നു ബഡ്ജറ്റ് അവതരണം നടത്തിയത്. പേപ്പർ ഇല്ലാതെ, അച്ചടിച്ച കോപ്പി ഇല്ലാതെ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ കേന്ദ്രമന്ത്രിയും നിർമ്മല സീതാരാമൻ തന്നെയായിരുന്നു. 2021 ബഡ്ജറ്റിലായിരുന്നു ഇത് സംഭവിച്ചത്. അച്ചടിച്ച കോപ്പി ഇല്ലാത്തത് കൊണ്ട് തന്നെ പാർലമെന്റ് അംഗങ്ങൾക്കും പൊതുജനങ്ങൾക്കും ബഡ്ജറ്റ് യൂണിയൻ ബഡ്ജറ്റ് മൊബൈൽ ആപ്പിൽ ലഭ്യമായിരുന്നു. ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിത എന്ന നേട്ടം ഇന്ദിരാഗാന്ധിയുടെ പേരിലാണ് എങ്കിലും പൂർണ്ണമായ ധനമന്ത്രിയുടെ റോളിലെത്തിയ ആദ്യ വനിതയാണ് നിർമ്മല സീതാരാമൻ. 1969 കോൺഗ്രസ് പിളർന്നതിനെ തുടർന്ന് മൊറാർജി ദേശായി പുറത്തായപ്പോഴാണ് ഇന്ദിരാഗാന്ധി ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം നിർമ്മല സീതാരാമൻ സഭയിൽ സാമ്പത്തിക സർവേ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാകുന്നത് 2023-24 വർഷത്തെ രാജ്യത്തെ സാമ്പത്തിക നില ശക്തമാണ് എന്ന് തന്നെയാണ്. എന്നിരുന്നാലും ആഗോളതലത്തിലെ വെല്ലുവിളികൾ എല്ലാം തന്നെ നേരിടാൻ രാജ്യത്തിന്റെ സാമ്പത്തിക രംഗം ശക്തമായി കഴിഞ്ഞിരിക്കുന്നു. 2024 2020-നേക്കാൾ 20% വളർച്ച കൈവരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതേപോലെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ കഴിയുന്നതുമാണ്. കഴിഞ്ഞ 4 സാമ്പത്തിക വർഷത്തിലെ ഏറ്റവും താഴ്ന്ന നിരക്കാണ് പണപ്പെരുപ്പമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സാമ്പത്തിക സർവേ റിപ്പോർട്ട് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ വെച്ചു കഴിഞ്ഞു. ഇന്ത്യ നടപ്പ് സാമ്പത്തിക വർഷം 2024-25 6.5-നും 7%-നും ഇടയിൽ GDP വളർച്ച നേടുമെന്ന് സാമ്പത്തിക സർവേ 2024 റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യക്ക് സാമ്പത്തികമായി ഏറെ മുന്നേറാൻ സാധിച്ചത് സാമ്പത്തിക സർവേ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുവെന്നും വ്യക്തമാക്കുന്നുണ്ട്. കോവിഡ് മഹാമാരിക്ക് ശേഷം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വീണ്ടെടുക്കുകയും വികസിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ സമഗ്രമായ അവലോകനം തന്നെ അല്ലെങ്കിൽ വാർഷിക റിപ്പോർട്ടാണ് സാമ്പത്തിക സർവേ. ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ മാർഗനിർദ്ദേശപ്രകാരം ധനമന്ത്രാലയത്തിലെ സാമ്പത്തിക കാര്യ വകുപ്പിലെ സാമ്പത്തിക വിഭാഗം തയ്യാറാക്കുന്നതാണ് ഈ റിപ്പോർട്ടുകൾ. സമ്പദ് വ്യവസ്ഥയുടെ അവസ്ഥ, വിലയും പണപ്പെരുപ്പവും, സമൃദ്ധിയുടെ ഇടയിലുള്ള സ്ഥിരത, ഒരു പുതിയ ഇന്ത്യക്കായുള്ള വികസന കാഴ്ചപ്പാട്, കാലാവസ്ഥാ വ്യതിയാനവും ഊർജ പരിവർത്തനവും, സാമൂഹിക മേഖല, തൊഴിലും നൈപുണ്യ വികസനവും, കൃഷി, ഭക്ഷ്യ മാനേജ്മെന്റ്, ഇടത്തരം ചെറുകിട വ്യവസായങ്ങൾ, സേവന മേഖല, അടിസ്ഥാന സൗകര്യങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയവ സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇന്നാണ് ബഡ്ജറ്റ് അവതരണം. 3ാം മോദി സർക്കാരിന്റെ ആദ്യത്തെയും നിർമ്മല സീതാരാമന്റെ 7ാമത്തെയും കേന്ദ്ര ബഡ്ജറ്റാണ് ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. അടുത്ത 5 വർഷത്തേക്കുള്ള മാർഗരേഖയാണ് ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. 2047 വികസിത് ഭാരത് എന്ന സ്വപ്നത്തിന്റെ തറക്കല്ലാണ് എന്നും പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. സമ്പദ് വ്യവസ്ഥയുടെ അവസ്ഥ, വിലയും പണപ്പെരുപ്പവും, സമൃദ്ധിയുടെ ഇടയിലുള്ള സ്ഥിരത, ഒരു പുതിയ ഇന്ത്യക്കായുള്ള വികസന കാഴ്ചപ്പാട്, കാലാവസ്ഥാ വ്യതിയാനവും ഊർജ പരിവർത്തനവും, സാമൂഹിക മേഖല, തൊഴിലും നൈപുണ്യ വികസനവും, കൃഷി, ഭക്ഷ്യ മാനേജ്മെന്റ്, ഇടത്തരം ചെറുകിട വ്യവസായങ്ങൾ, സേവന മേഖല, അടിസ്ഥാന സൗകര്യങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ വിശദമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ പ്രധാനപ്പെട്ട ഹൈലൈറ്റുകൾ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പാർലമെന്റിൽ അവതരിപ്പിച്ച സാമ്പത്തിക സർവേയിൽ 2025 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ GDP എന്തായിരിക്കുമെന്നും പരാമർശിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ GDP വളർച്ച 6.5 മുതൽ 7% വരെയാണെന്നും കണക്കുകൂട്ടുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും അന്താരാഷ്ട്ര നാണയ നിധിയും ഇന്ത്യയുടെ ഉപഭോക്തൃ വില പണപ്പെരുപ്പത്തെ കുറിച്ച് നടത്തിയ പ്രവചനങ്ങൾക്ക് വിശ്വാസ്യത നൽകുന്നതായി സാമ്പത്തിക സർവേ പറയുന്നു. ദീർഘകാല നയ സ്ഥിരത ഉറപ്പാക്കുന്നതിന്, പ്രധാന എണ്ണക്കുരുക്കളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും, പയറുവർഗ്ഗങ്ങളുടെ വിസ്തൃതി വിപുലീകരിക്കുന്നതിനും, പ്രത്യേക വിളകൾക്കായി ആധുനിക സംരംഭം സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിലെ പുരോഗതി വിലയിരുത്തുന്നതിനും കേന്ദ്രീകൃതമായ ശ്രമങ്ങൾ നടത്താൻ സർവേ നിർദ്ദേശിച്ചു. ഇന്ത്യയിലേക്ക് എത്തുന്ന വിദേശ നാണ്യം 3.7% വർദ്ധിച്ച് 2024 $124 ബില്യൺ ആയും 4% വർദ്ധിച്ച് 2025 $121 ബില്യൺ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു.
രാജ്യത്തുണ്ടാകുന്ന രോഗികളുടെ 54% അനാരോഗ്യകരമായ ഭക്ഷണ രീതികളാണ്. സമീകൃതവും വൈവിധ്യപൂർണവുമായ ഭക്ഷണക്രമത്തിലേക്കേറുന്നുള്ള പരിവർത്തനത്തിന്റെ ആവശ്യകത സർവേ ഉയർത്തിക്കാട്ടുന്നുണ്ട്. ചൈനയിൽ നിന്നുള്ള വിദേശ നേരിട്ടുള്ള നിക്ഷേപം വർദ്ധിക്കുന്നത് ആഗോള വിതരണ ശൃംഖലയിൽ ഇന്ത്യയുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുവാനും കയറ്റുമതി വർദ്ധിപ്പിക്കുവാനും കഴിയുന്നു. ഹ്രസ്വകാല പണപ്പെരുപ്പ വീക്ഷണം ഗുണകരമല്ല എങ്കിലും ഇന്ത്യ പയറുവർഗ്ഗങ്ങളുടെ നിരന്തരമായ ലഭ്യതക്കുറവ് നേരിടുന്നുണ്ട്. ഇത് വിലക്കയറ്റത്തിലേക്ക് നയിക്കുന്നു. നികുതി വരുമാനത്തിലെ വർധനവ്, ചിലവ് നിയന്ത്രണം, ഡിജിറ്റലൈസേഷൻ എന്നിവ ഇന്ത്യയെ സന്തുലിത സാമ്പത്തിക സമീപനം കൈവരിക്കാൻ സഹായിച്ചു. 2024 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ബാങ്കിംഗ്, സാമ്പത്തിക മേഖലകൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ നയ ഇടപെടലുകളും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നടപടികളും കാരണം 24 സാമ്പത്തിക വർഷത്തിൽ റിട്ടെയിൽ പണപ്പെരുപ്പവും 5.4% നിലനിർത്തി. ഇത് കോവിഡിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയാണ്. ചരക്കുകളുടെയും സേവനങ്ങളുടെയും അടിസ്ഥാന പണപ്പെരുപ്പം കുറഞ്ഞു. 2024-25 കേന്ദ്ര ബഡ്ജറ്റ് ഇന്ന് അവതരിപ്പിക്കും. തുടർച്ചയായി 3-ാം തവണയും അധികാരത്തിൽ വന്നതിനു ശേഷമുള്ള മോദി സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റാണിത്. കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിന്റെ 2024 ബഡ്ജറ്റും ജൂലൈ 23 അവതരിപ്പിക്കും. ഹൈലൈറ്റുകൾക്കൊപ്പം തന്നെ രാജ്യത്തിൽ മോദി സർക്കാർ സംഭാവന ചെയ്ത നേട്ടങ്ങളെക്കുറിച്ചും നിർമ്മല സീതാരാമൻ വാചാലയായി സംസാരിച്ചു. രാജ്യത്ത് 2.36 കോടി വീടുകൾ പാവങ്ങൾക്ക് നിർമ്മിച്ചു നൽകിയെന്ന് കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു. സാമ്പത്തിക സർവേ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോഴായിരുന്നു നിർമ്മല സീതാരാമൻ മോദി സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞത്. 10.3 കോടി ഗ്യാസ് കണക്ഷനുകൾ PM ഉജ്ജ്വൽ യോജന പ്രകാരം നൽകി. 11.57 കോടി ശൗചാലയങ്ങൾ PM ഉജ്ജ്വൽ യോജന പ്രകാരം 2016 മുതൽ നിർമ്മിച്ചു നൽകിയെന്നും സാമ്പത്തിക സർവേ റിപ്പോർട്ട് പറയുന്നു. സ്വച്ഛ് ഭാരത് മിഷന് കീഴിൽ 2.39 കോടി പൊതു ശൗചാലയങ്ങളും നിർമ്മിച്ചു. 15.14 ലക്ഷം കിലോമീറ്റർ റോഡുകൾ ഗ്രാം സഡക് യോജന പദ്ധതിയുടെ കീഴിൽ നിർമ്മിച്ചു. ബാങ്കിംഗ്, ഗ്രാമീണ വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിൽ നിർണായക മുന്നേറ്റം രാജ്യത്തിന് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചുവെന്നും സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ പറയുന്നു.